ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലപ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്കെവിടെ നിന്ന്? ഇതാ, നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച അങ്ങ് ഭാഗ്യവതിയാണ്. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരങ്ങളിൽ അഹങ്കരിച്ചിരുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറുങ്കയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരെ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം എലിസബത്തിനോടൊപ്പം 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ലാളിത്യത്തെ ധ്യാനിക്കാം. ഇന്ന് ആഗോള തിരുസഭ പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ സന്ദർശന തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ വിശുദ്ധ ദിനത്തിൻ്റെ എല്ലാ നന്മകളും പ്രാർത്ഥനകളും നേരുന്നു. മറിയം ദൈവിക ദർശനം സ്വീകരിക്കുകയും ദൈവത്തിൻ്റെ പദ്ധതി തൻ്റെ ജീവിതത്തിൽ നിറവേറ്റുവാൻ തീരുമാനമെടുക്കുകയും ദൈവദൂതനോട് സമ്മതം പ്രകടിപ്പിക്കുകയും ചെയ്ത ശേഷം ഉടനെ ചെയ്ത പ്രവൃത്തിയായിട്ടാണ് വിശുദ്ധ ബൈബിളിൽ എലിസബത്തിനെ സന്ദർശിക്കുന്ന വാക്കുകൾ എഴുതപ്പെട്ടിരിക്കുക. വൃദ്ധയായ എലിസബത്തിൻ്റെ അരികിൽ പോയി അവൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുകയാണ്. പരിശുദ്ധ അമ്മയുടെ ഈ ശുശ്രൂഷ മനോഭാവം നമുക്കെല്ലാവർക്കും വലിയൊരു മാതൃകയാണ്. ഒരമ്മയ്ക്ക് അവരൻ്റെ ദുഃഖവും വേദനയും സങ്കടവുമൊക്കെ കൂടുതൽ ഉൾക്കൊള്ളാൻ കഴിയും എന്നതിൻ്റെ അടയാളം കൂടിയാണ്. നമ്മെ കൂടുതൽ സ്നേഹിക്കുന്നവർക്ക്, മനസ്സിലാകുന്നവർക്ക് നമ്മുടെ പ്രതിസന്ധികൾ ഉൾക്കൊള്ളാൻ കഴിയും. ആ പ്രതിസന്ധി സമയത്ത് എന്താണ് ആവശ്യമെന്നത് മനസ്സിലാക്കി സഹായിക്കുവാൻ കഴിയും. മറിയം യഥാർത്ഥത്തിൽ ചെയ്തതും ആ പ്രവൃത്തി തന്നെയാണ്. തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിന് തൻ്റെ സാന്നിധ്യം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയ മറിയം തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ട് എലിസബത്തിൻ്റെ ഭവനത്തിൽ ചെല്ലുന്നു. എന്നാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളെല്ലാം ദൈവിക ഇടപെടലിൻ്റെ ഏറ്റവും വലിയ അടയാളമായി മാറുന്നു. രണ്ടുപേരും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു ആനന്ദപൂരിതരായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവമാണ്. രണ്ടുപേർക്കും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. പരിശുദ്ധ അമ്മയെ ദർശിക്കുന്ന മാത്രയിൽ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു സന്തോഷിച്ചാൽ കുതിച്ചു ചാടി എന്നാണ് പറയുക. എലിസബത്ത് ആകട്ടെ പരിശുദ്ധ മറിയത്തെ സ്വീകരിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്കെവിടെ നിന്ന്? നോക്കൂ, പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് എലിസബത്ത് വിളിച്ചു പറഞ്ഞത് അങ്ങ് കർത്താവിൻ്റെ അമ്മയാണ്, രക്ഷകൻ്റെ അമ്മയാണ് എന്നാണ്. മറിയം ലോകരക്ഷകൻ്റെ അമ്മയാണ് എന്ന് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് ആദ്യമായി വിളിച്ചു പറയുന്നത് വിശുദ്ധ എലിസബത്താണ്. ആ എലിസബത്തുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് ഇന്ന് തിരുസഭ ഈ സന്ദർശന തിരുനാളായി ആഘോഷിക്കുക. ഈ ദിനം നമുക്ക് ഒരു നന്മയുടെ മാതൃക ദിനമാണ്. മറ്റുള്ളവരുടെ ആവശ്യ നേരത്ത് അവരെ കണ്ടറിഞ്ഞ് സഹായിക്കുവാനുള്ള ഒരു ഹൃദയവിശാലത നാം പഠിക്കേണ്ടത് അമ്മയിൽ നിന്നാണ്. പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന ഏറ്റവും മഹനീയമായ മാതൃക കൂടിയാണിത്. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുവാനും സംരക്ഷിക്കുവാനും നമ്മാൽ കഴിയുന്ന
നന്മ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുവാനുമുള്ള വലിയൊരു ജീവിത മാതൃക പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തരുന്നു. ദൈവത്തിൻ്റെ അമ്മയായി, രക്ഷകൻ്റെ അമ്മയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് പോലും ഈ അമ്മ ഇത്രമാത്രം ലാളിത്യത്തോടുകൂടി സേവന സന്നദ്ധയാവുകയാണ്. നമുക്കും പരിശുദ്ധ അമ്മയുടെ നന്മയുടെ ഈ മാതൃക സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സാന്നിധ്യം, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ഇടപെടൽ, നമ്മുടെ സഹായം ആവശ്യമുള്ളവർക്ക് അത് നൽകുവാനും പരിശുദ്ധ അമ്മയെപ്പോലെ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് മറ്റുള്ളവരെ സഹായിക്കുവാനും അവരുടെ ആവശ്യങ്ങളിൽ ഇടപെടുവാനും നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകുവാനുമുള്ള വലിയൊരു കൃപാവരത്തിനായി ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ മക്കളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മെ കൂടുതൽ ക്രിസ്തു സ്നേഹത്തിൻ്റെ ചൈതന്യത്തിൽ ആത്മാവിൻ്റെ കൃപയിൽ നിലനിർത്തുവാൻ സഹായിക്കട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.